ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു റെസിപ്പി ഒന്നുമല്ല, പഴയ കാലത്ത് ഒരുപാട് സദ്യകളിലൊക്കെ വിളമ്പിയിരുന്ന ഒരു മധുരം, ആ മധുരം വിളമ്പുന്ന രീതിയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഐസ്ക്രീമുകളും പുഡിങ്ങുകളും ഒക്കെയാണ് സദ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വിളമ്പുന്നത്. പക്ഷേ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴയിലൊക്കെ സദ്യ കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാ നാട്ടിലും ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ്, ചില നാടുകളിലൊക്കെ ഇങ്ങനെ ഇല്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതറിയാൻ വയ്യാത്തവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുവാണ്. ഞങ്ങളിതിനെ തൈരും പഴവും എന്നാണ് പറയുന്നത്. അപ്പോൾ സദ്യ കഴിഞ്ഞ് ആഹാരം എല്ലാം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇലയ്ക്കകത്ത് തന്നെയാണ് കുറച്ച് ചോറ് വിളമ്പിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. മമ്മി ആ ചോറ് വിളമ്പുന്നത്, ഒരു തവി ചോറിടാം മമ്മി, കുറച്ച് മതിയേ. മതി 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 മതി. ഇനി ഇതിലോട്ട് തൈര് ഒഴിക്കും. തൈരെന്ന് പറയുമ്പോൾ തൈരിനും മോരിനും ഇടയ്ക്ക് നിൽക്കുന്ന കട്ടി കുറച്ച തൈരാണ് എടുക്കുന്നത് കേട്ടോ. കുറച്ച് ഒഴിക്കും മീൻ, കുറച്ച്, വളരെ കുറച്ച് കേട്ടോ. മതി 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 മതി. ഇനി ഇതിലേക്ക് ഒരു പഴം ഇടുവേ. ഇനി ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കും. അത് പഞ്ചസാര വേണമെന്നില്ല, ചിലർക്കൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി. പഴത്തിന് തന്നെ മധുരം കാണും, എന്നാലും ഇച്ചിരി പഞ്ചസാര ഇടുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഞെവിടി കഴിക്കണം. ഇനി ഇതിങ്ങനെ കഴിക്കും. ഇങ്ങനെ കഴിക്കുന്ന അടിപൊളിയാണ്. ഇപ്പം പഴയ രീതിയിൽ തന്നെ ഇപ്പോഴും ഇത് സദ്യ കഴിഞ്ഞ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഈ അപ്പച്ചന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളിങ്ങനെ നേരത്തെ കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും ഇങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോഴൊക്കെ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.